ഇറാൻ കപ്പലിനെതിരായ അമേരിക്കൻ ആക്രമണത്തിൽ കടുത്ത വിമർശനവുമായി ഇറാന്റെ പ്രതികരണം വരുന്നു. അമേരിക്ക കടലിൽ ചെയ്തത് വലിയ ക്രൂരതയാണ്. ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായി പോയ IS ഡെനയെ മുന്നറിയിപ്പില്ലാതെ അമേരിക്ക ആക്രമിക്കുകയായിരുന്നതാണ് ഇറാന്റെ പ്രതികരണം. അമേരിക്ക ഇതിൽ ഖേദിക്കേണ്ടി വരുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു. സായ് കുമാർ വിവരങ്ങളുമായ സായ്, ഇപ്പോൾ IS ഡെനയെ ആക്രമിച്ചതിനെതിരെയുള്ള ഇറാന്റെ പ്രതികരണം വരികയാണ്. അതൊരു മുന്നറിയിപ്പിന്റെ രൂപത്തിലാണോ? തീർച്ചയായും സ്മൃതി, ഒരു ശക്തമായ മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖ്ചിയുടെ പ്രതികരണം ഇപ്പോൾ വരുന്നത്. ഇന്ത്യയുടെ അതിഥിയായി നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിശാഖപട്ടണത്തെത്തി മടങ്ങും വഴിയാണ് ഇറാൻ കപ്പലായ IRS സേനയ്ക്കെതിരെ ആക്രമണമുണ്ടാവുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇത് അങ്ങേയറ്റം ക്രൂരമായ ഒരു നടപടിയാണ് എന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. കടലിൽ കൂടിയുള്ള ഇത്തരം സഞ്ചാരങ്ങൾ, അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. അതിൽ കൃത്യമായ നിയമങ്ങളുണ്ട്. കടൽ വഴിയുള്ള സഞ്ചാരം സ്വതന്ത്രമായിരിക്കണം, അത് സംരക്ഷിതമായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. അത് അങ്ങനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ, ഒരു യുദ്ധ സാഹചര്യം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകണം. ഇവിടെ അങ്ങനെ ഒരു മുന്നറിയിപ്പും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടേതടക്കം നഗ്നമായ ലംഘനമാണ്. ഇതിൽ അമേരിക്ക ഖേദിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. അതിൽ ഇറാൻ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വായിച്ചെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് തൊട്ട് പിന്നാലെ ഇറാൻ്റെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഇപ്പോൾ അമേരിക്കക്കെതിരെ നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകില്ല. അതിന് എത്ര നാൾ നീണ്ടു നിന്നാലും അമേരിക്കയ്ക്ക് പ്രഹരമേൽക്കുന്നതുവരെ, അവർ തോൽവി സമ്മതിക്കുന്നതുവരെ തങ്ങൾ ഈ യുദ്ധം തുടരും. എത്ര നാൾ നീണ്ടു നിന്നാലും ഇറാൻ അതൊരു പ്രശ്നമല്ല എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് പശ്ചിമേഷ്യ ഭാഗങ്ങളിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് കുറവാണ്. പക്ഷേ ലെബനോൺ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇന്നും നടക്കുന്നു. പലയിടങ്ങളിലും സ്ഫോടനമുണ്ടായി. പലസ്തീൻ ജനവിഭാഗം പാർത്തിരുന്ന അഭയാർത്ഥി ക്യാമ്പിൽ വരെ സ്ഫോടനമുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്ന് വരികയും ചെയ്യുന്നുണ്ട്.